പാർട്ടിക്ക് പങ്കില്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴാണ് പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾക്കുള്ള CPM ഡിവൈഎഫ്ഐ ബന്ധം പുറത്തായത്. കേസിൽ മുഖ്യപ്രതിയായ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലാണ് ഒടുവിൽ പിടിയിലായത്. ഇന്നലെ അറസ്റ്റിലായ അമൽ ബാബു റെഡ് വാളണ്ടിയർ മാർച്ച് നയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മറ്റൊരു പ്രതി അക്ഷയെ കൂടി കണ്ടെത്തിയതോടെ കേസിലെ പ്രതികളുടെ കോളം നിറഞ്ഞു. നിരപരാധികളായ നേതാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് CPM ആരോപണം. ഈ ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുമ്പന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. സ്ഫോടനത്തിൽ മരിച്ച ഷരിന്റെ കുടുംബത്തിൽ CPM നേതാക്കൾ പോയതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല. തെളിവുകൾ പുറത്തുവന്നതോടെ അറസ്റ്റിലായത് പ്രവർത്തകർ തന്നെയെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് സമ്മതിച്ചു. ഈ ബോംബുണ്ടാക്കിയ സംഘവുമായി ഉത്തരവാദിത്തപ്പെട്ട ഡിവൈഎഫ്ഐയുടെ ആ പ്രദേശത്തെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. എന്നാൽ മരിച്ച വീട്ടിൽ പോയ നേതാക്കൾ ജാഗ്രത കാണിക്കണമെന്നായിരുന്നു പാനൂർ ഏരിയ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.